നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശു ഒലിവുമലയിലെ ബേഥാന്യയിൽ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിന്റെ 16, 17, 18 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്തുചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നാം ഇവിടെ വായിച്ചത് യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി എന്നാണ്. ആ കൽപ്പിച്ചിരുന്ന മല ഗലീലയിലെ, അതായത് ഒലിവുമല ആയിരുന്നു. ഒലിവുമലയുടെ ഒരു കിഴക്കേ ചെരുവിലാണ് ബേഥാന്യ എന്ന സ്ഥലമുള്ളത്. അവിടെയാണ് കർത്താവ് തൻ്റെ അന്ത്യനിയോഗം നൽകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ അവസാന വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. അനന്തരം അവൻ അവരെ ബഥാന്യോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കയിൽ അവൻ അവരെ വിട്ട് പിരിഞ്ഞ് സ്വർഗാരോഹണം ചെയ്തു. കർത്താവായ യേശുക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം തൻ്റെ ഒരു ദൂതൻ നിമിത്തം ആദ്യം മഗ്ദലക്കാരത്തി മറിയ ഉൾപ്പെടെയുള്ള സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ ജീവിച്ചിരിക്കുന്നവനെ മനുഷ്യയിടയിൽ അന്വേഷിക്കുന്നു, അവൻ ഇവിടെ ഇല്ല. താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. അവൻ ഗലീലയ്ക്ക് പോകും. നിങ്ങൾ അവിടെ വെച്ച് അവനെ കാണും. വളരെ സന്തോഷത്തോടെ സഹോദരന്മാരോട് യേശു ഉയർത്ത കാര്യം പറയാൻ പോകുന്ന ആ സ്ത്രീകൾക്ക് യേശു വീണ്ടും പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി എൻ്റെ സഹോദരന്മാരോട് ഞാൻ ഗലീലയ്ക്ക് പോകുന്നു എന്ന് പറവീൻ. കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്നപ്പോൾ തൻ്റെ അഹിയ ശുശ്രൂഷക്കാലത്തും ഇത് പറഞ്ഞിരുന്നു, ഞാൻ ഗലീലയ്ക്ക് പോകും. എന്താണ് ഈ ഗലീലയിലെ സംഭവം? ഗലീലയിലെ സംഭവം കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണമാണ്. അത് ശിഷ്യരെ കാണിക്കുക എന്നുള്ളതായിരുന്നു കർത്താവിന്റെ ഉദ്ദേശം. കർത്താവായ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് ഫിലിപ്പോസ് എന്ന ശിഷ്യൻ നഥനയേലിനെ കൂട്ടിക്കൊണ്ടുവന്നു. നഥനയേലിന്റെ മറ്റൊരു പേര് ബർത്തലോമായി എന്നാണ്. അപ്പൊ യേശു നഥനയേലിനെ കണ്ടപ്പോഴേ പറഞ്ഞു, നീ സാക്ഷാൽ ഇസ്രായേല്യൻ, നിന്നിൽ അല്ലെങ്കിൽ ഇവനിൽ കപടമില്ല. നഥനയേൽ ചോദിച്ചു, എന്നെ എവിടെ വെച്ചറിയും? നീ അത്തിയുടെ കീഴിൽ അല്ലേ ഇരുന്നത്? ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പ് ഞാൻ നിന്നെ കണ്ടു. അപ്പൊ നഥനയേൽ പറഞ്ഞു, നീ ഇസ്രായേലിന്റെ രാജാവ്. യേശു പറഞ്ഞു, നീ ഇതിൽ വലിയത് കാണും. സ്വർഗം തുറന്നിരിക്കുന്നത്, ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതൊക്കെ നീ കാണും. വാസ്തവത്തിൽ അതല്ലേ ഇവിടെ സംഭവിച്ചത്? സ്വർഗം തുറക്കുന്നത് അവർ കാണുകയാണ്. കർത്താവായ യേശുവിന്റെ സ്നാനസമയത്ത് സ്വർഗം തുറന്നു. പക്ഷേ അത് കാണാൻ ഈ അപ്പോസ്തലന്മാർ ഇല്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ യേശു സ്വർഗാരോഹണം ചെയ്യുന്ന ആ ദൃശ്യം ഈ 11 അപ്പോസ്തലന്മാർ കാണുകയാണ്. അത് കാണിക്കുക എന്നുള്ളത് യേശുവിനെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് തൻ്റെ അഹിയ ശുശ്രൂഷക്കാലത്ത് പറഞ്ഞത്, ദൂതന്മാരെ വിട്ട് പറയിച്ചത്, താൻ തന്നെ ഉയർത്തതിൻ്റെ ശേഷം ആ സ്ത്രീകളോട് പറഞ്ഞത്. ഇത് പറയുന്നതൊക്കെ യെരുശലേമിൽ വെച്ചാണ്, യഹൂദിയ സംസ്ഥാനത്ത് വെച്ചാണ്. എന്നാൽ ശിഷ്യന്മാർ ഗലീലയിലേക്ക് പോയി. അവർ പോയത് അവിടെ ബേഥാന്യ എന്ന സ്ഥലത്തേക്കാണ്. അവിടെ വെച്ചാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് ജനിച്ചത് ബേത്ലഹേമിലാണ്. പക്ഷെ തന്റെ സ്വർഗാരോഹണത്തിന് ആ ബേത്ലഹേം തെരഞ്ഞെടുത്തില്ല. ഇവിടെയല്ലേ ജനിച്ചത്, ഇവിടെ നിന്നാകട്ടെ സ്വർഗാരോഹണം എന്ന് താൻ തീരുമാനിച്ചില്ല. കാരണം മറിയാമും യോസേഫും കൂടെ വന്ന സമയത്ത് ധാരാളം ബന്ധുക്കൾ അവർക്ക് ബേത്ലഹേമിൽ ഉണ്ടായിരുന്നെങ്കിലും ഈ മറിയ ഗർഭിണിയായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ് എന്ന് മനസ്സിലാക്കാനോ അവളുടെ ഉദരത്തിലേത് മെശിഹയാണ് എന്ന് മനസ്സിലാക്കാനോ ഒരു കുടുംബവും, പ്രത്യേകിച്ച് ഒരു സ്ത്രീയും തയ്യാറായില്ല. അതുകൊണ്ട് ഒരു വീടും അവർക്കായി തുറന്നില്ല. അതുകൊണ്ടായിരിക്കണം അവര് വഴിയമ്പലത്തെ സമീപിക്കുവാൻ ഇടയായത്. ബേത്ലഹേമിൽ മെശിഹ ജനിക്കും എന്ന് മീഖാപ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്. കുറഞ്ഞപക്ഷം അതെങ്കിലും അവർക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷെ അവരത് ചിന്തിച്ചില്ല.
അതുകൊണ്ടാകാം യേശു തൻ്റെ സ്വർഗാരോഹണത്തിന് ബേത്ലഹേം തിരഞ്ഞെടുത്തില്ല. പിന്നീട് യേശു 30 വർഷം വളർന്നത്, അതിലെ കൂടുതൽ കാലം ഒരു തച്ചുപണി ചെയ്തുകൊണ്ട് ജീവിച്ചത്, ആ സമയത്തൊക്കെ പതിവ് പോലെ ശബത്തിൽ പള്ളിയിൽ ചെന്നത് അവർ നേരിട്ട് കണ്ടവരാണ്. 30-ാമത്തെ വയസ്സിൽ യേശുവിന് ഒരു ഭാഗം വായിക്കാനുള്ള അവസരം, വായിക്കുകയും അതിനെക്കുറിച്ച് 2 വാക്ക് പറയാനുള്ള അവസരം നൽകിയപ്പോൾ യേശു പറഞ്ഞു, യെശയ്യാപ്രവചനത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ച്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കാൻ കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, വൃദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും യഹോവയുടെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുന്ന ഈ സമയത്ത് ഈ തിരുവെഴുത്തിന് നിവൃത്തി വന്നിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. പക്ഷേ ആ വാക്യം യേശുവിനെ കുറിച്ചുള്ളതാണ് എന്ന് അവർക്ക് വിശ്വസിക്കാൻ ഒട്ടും കഴിഞ്ഞില്ല. അവർ പിന്നെയും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, ഇത് മറിയയുടെ മകനല്ലേ, അല്ലെങ്കിൽ ഇത് യോസേപ്പിന്റെ മകനല്ലേ, തച്ചനല്ലേ എന്നാണ്. ഇത് ദൈവപുത്രനാണ്, ദൈവം മനുഷ്യനായതാണ് എന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിനെ അവരുടെ മലയുടെ വക്കത്ത് കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലാനാണ് അവർ ശ്രമിച്ചത്. യേശു അവിടെ വിട്ടുപോയി. പക്ഷേ അവിടവും യേശു സ്വർഗാരോഹണത്തിന് തെരഞ്ഞെടുത്തില്ല. പിന്നീട് യേശു കൂടുതൽ കാലം കപർന്നൂമിലാണ് താമസിച്ചത്. കപർന്നൂമിൽ വലിയ അത്ഭുതങ്ങൾ യേശു ചെയ്തെങ്കിലും അവര് മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് കപർന്നഹൂം സ്വർഗാരോഹണത്തിന് തെരഞ്ഞെടുത്തില്ല. ഗദരദേശത്ത് യേശു പോയി ഒരു ഭൂതഗ്രസ്തന് സൗഖ്യം നൽകി. അവര് പറഞ്ഞു, നീ ഞങ്ങളുടെ അതിര് വിട്ടുപോകണം. അവരുടെ അതിരാണത്. യേശുവാണ് അതെല്ലാം സൃഷ്ടിച്ചത്. പക്ഷെ യേശുവിനെ സൃഷ്ടാവായി അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അവര് യേശുവിനെ തുരത്തി. അതുകൊണ്ട് ഗദരദേശവും യേശു തെരഞ്ഞെടുത്തില്ല. പിന്നീട് യേശു ശമരിയിൽ പോയി. ശമരിയ സ്ത്രീയൊക്കെ രക്ഷയെങ്കിലേക്ക് നയിച്ചു. പക്ഷേ ശമരിയും സ്വർഗാരോഹണത്തിന് തെരഞ്ഞെടുത്തില്ല. കാരണം യേശു 2 ശിഷ്യന്മാരെ അയച്ച്, ഞാൻ ശമരിയിൽ താമസിച്ച് ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവര് സ്വീകരിച്ചില്ല. അതുകൊണ്ട് യേശു ശമരിയും തെരഞ്ഞെടുത്തില്ല. യെരുശലേമിൽ എല്ലാ വർഷവും വരികയും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുകയും ചെയ്തു. പക്ഷേ യെരുശലേം യേശുവിനെ സ്വീകരിച്ചില്ല, മാനസാന്തരപ്പെട്ടില്ല. അതുകൊണ്ട് യെരുശലേം സ്വർഗാരോഹണത്തിനായി യേശു തെരഞ്ഞെടുത്തില്ല. എന്നാൽ ബഥാന്യയിൽ, ഒലിവുമലയുടെ കിഴക്കേ ചെരുവിലുള്ള ബഥാന്യയിൽ ധാരാളം ആളുകൾ യേശുവിനെ സ്നേഹിച്ചു. ലാസറും ലാസറിന്റെ സഹോദരിമാരായ മറിയയും മാർത്തയും യേശുവിനെ കൈക്കൊണ്ടു. മാർത്ത യേശുവിനെ ശുശ്രൂഷിച്ചു. മറിയ പാദത്തിങ്കൽ നിന്ന് വചനം കേട്ടു. ആ പാദത്തിങ്കൽ തൈലം പൊട്ടിച്ചൊഴിച്ചു. അവിടുത്തെ ഒരു കുടുംബമാണ് യേശുവിന് സഞ്ചരിക്കാൻ കഴുതയെ നൽകിയത്. അവിടുത്തെ ഒരു കുടുംബത്തിൽ, പ്രത്യേകിച്ച് ശീമോന്റെ വീട്ടിൽ വലിയൊരു വിരുന്ന് യേശുവിന് അവരൊരുക്കാൻ തയ്യാറായി. അതുകൊണ്ട് യേശു ബേഥാന്യയാണ് സ്വർഗാരോഹണത്തിന് തിരഞ്ഞെടുത്തത്. അവിടെ വെച്ചാണ് തൻ്റെ ശിഷ്യന്മാർ കർത്താവായ യേശു എവിടെ നിന്ന് വന്നുവോ ആ സ്ഥലത്തേക്ക് തിരിച്ച് പോകുന്നത് നേരിട്ട് കാണുവാൻ ഇടയായത്. യേശു അപ്പോൾ പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. റോമാ ഗവൺമെന്റ് അവർ ഭരിക്കുന്ന കാലമാണ്. യഹൂദന്മാരെ റോമാ ഗവൺമെന്റ് ഭരിക്കുകയാണ്. റോമൻ കൈസറാണ് അക്കാലത്ത് സർവാധികാരി, അല്ലെങ്കിൽ കർത്താവ്. സീസർ ഇസ് ലോർഡ് എന്നാണ് റോമൻ സാമ്രാജ്യത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളിലെ പ്രജകൾ പറയേണ്ടത്. പക്ഷേ ഈ അപ്പോസ്തലന്മാർ പ്രസംഗിക്കേണ്ടത് യേശുവാണ് കർത്താവ് എന്നാണ്, സർവാധികാരി യേശുവാണ് എന്നാണ്. യേശു പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെടുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നത് നേരിൽ കണ്ട ആ അപ്പോസ്തലന്മാർക്ക് യേശു സർവാധികാരിയാണ് എന്ന് മനസ്സിലായി. മാത്രവുമല്ല, കർത്താവായ യേശു ഏറെ താമസിയാതെ മടങ്ങി വരികയും തങ്ങൾക്കും ഇതുപോലെ സ്വർഗാരോഹണം ചെയ്യാൻ കഴിയുകയും ചെയ്യും എന്ന് അവർ ഉറച്ചു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ആളുകൾക്ക് ഈ ഭൂമിയിലുള്ള പ്രത്യാശ മാത്രമല്ല ഉള്ളത്, തീർച്ചയായിട്ടും സ്വർഗീയമായ പ്രത്യാശ ഈ നശിച്ച ഈ കെട്ട ലോകത്തിൽ നിന്നും അവർക്കൊരു വിടുതലുണ്ടാകുമെന്നുള്ള വലിയ പ്രത്യാശയും നൽകുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.